നിങ്ങൾ ബാച്ചിലേഴ്സ് ഫിസിയോതെറപ്പി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ ഫിസിയോതെറപ്പി ഒക്കെ കഴിഞ്ഞ് വിദേശത്ത് ജോലി നോക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ഐഡിയൽ ഒരു കൺട്രി എന്ന് പറയുന്നത് ജർമ്മനിയാണ്. സോ ജർമ്മനി ഇപ്പോൾ ഹെൽത്ത് കെയർ മേഖലയിൽ തന്നെ ഒത്തിരി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അവിടെ ഒത്തിരി എൽഡർലി പേഷ്യൻസ് ഒത്തിരി കൂടുതലായതുകൊണ്ട് പലപ്പോഴും ഹെൽത്ത് കെയർ നീഡ്സ് തന്നെ കൂടുകയാണ്. സോ അതിനോടൊപ്പമാണ് ഈ ഒരു ഫിസിയോതെറപ്പിസ്റ്റിനുള്ള റിക്വയർമെൻറ്റ്സും അവിടെ കൂടുകയാണ്. അപ്പോഴെങ്ങനെയാണ് ഒരു ഫിസിയോതെറപ്പിസ്റ്റ് അവിടെ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു രജിസ്റ്റേർഡ് ഫിസിയോതെറപ്പിസ്റ്റ് ആവുന്നത്? എന്നതൊക്കെയായിരിക്കും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. BPT അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ ഫിസിയോതെറപ്പി കഴിഞ്ഞൊരാൾക്ക് ഉറപ്പായിട്ടും ജർമ്മനിയിൽ ഫിസിയോതെറപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം. നൗ അറിയാവുന്നതുപോലെ തന്നെ ജർമ്മനിയാണ്. അവിടെ ആവശ്യമുള്ളതും ജർമ്മൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ജർമ്മൻ ലാംഗ്വേജിലുള്ള ഒരു പ്രാവീണ്യമാണ്. സോ യു റിക്വയർ B1 അല്ലെങ്കിൽ B2 ലെവലാണ് അവർ പറയുന്നത്. യൂഷ്വലി ഈ പേഷ്യൻസിനോടൊക്കെയും നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജിൽ സംസാരിക്കാനുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജർമ്മൻ ഫ്ലുവൻ്റ് ആയിരിക്കണം. ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആണ് A1 ലെവൽ, അതിന് മേളിലോട്ടാണ് A2 എന്ന് പറയുന്നത്, അതിന് മുകളിൽ B1, പിന്നീടാണ് B2 എന്ന് പറയുന്നത്. സോ B2 കിട്ടുന്ന ഒരാൾക്ക് വളരെ നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ജർമ്മൻ ലാംഗ്വേജിൽ സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ആവശ്യം B1 അല്ലെങ്കിൽ B2 ലെവലിലുള്ള സർട്ടിഫിക്കറ്റ് ആണ്. സോ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി റെക്കഗ്നിഷൻ പ്രോസസ്സാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. റെക്കഗ്നിഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അവിടെ ചെന്ന് അവർ വെരിഫൈ ചെയ്യും, ഈ സർട്ടിഫിക്കറ്റ് ഒക്കെയും തന്നെ ട്രൂത്ത്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യും. എത്ര അവേഴ്സാണ് നിങ്ങൾ ഇവിടെ നാട്ടിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്തിരിക്കുന്നത് ഒക്കെയും ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവരോട് റിപ്പോർട്ട് തരുന്നത്. അതിനാണ് ഡെഫിസിറ്റ് ബിഷേൽഡ് എന്ന് പറയുന്നത്. ഡെഫിസിറ്റ് ബിഷേൽഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂഷ്വലി വിസ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നൗ വിസ പ്രോസസ്സിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ B2 അല്ലെങ്കിൽ B1 ലെവൽ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് എംപ്ലോയേഴ്സിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. എംപ്ലോയർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി അവർ ഒരു ഓഫർ ലെറ്റർ റിലീസ് ചെയ്യും. സോ ഓഫർ ലെറ്ററും ഈ ഡെഫിസിറ്റ് ബിഷേൽഡും വെച്ചിട്ടാണ് നമ്മൾ യൂഷ്വലി ഒരു വിസ ഫയൽ ചെയ്യുന്നത്. സോ വിസ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂഷ്വലി അവിടെ ജർമ്മനിയിൽ ചെല്ലാം. നൗ ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത അവിടുത്തെ ഒരു നോളജ് ടെസ്റ്റ്, അതായത് കെൻറ്റനിസ് പ്രൂഫും എന്നുള്ളൊരു എക്സാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എഴുതാനുണ്ട്. സോ അതുകൂടാതെയാണ് ഒരു അഡാപ്റ്റേഷൻ പ്രോഗ്രാം എന്നുള്ളൊരു പ്രോസസ്സ് ആണെങ്കിലും അവൈലബിൾ ആണ്. രണ്ടും ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ജർമ്മൻ ലോസും അവിടെ എങ്ങനെയാണ് ഒരു പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്നത് ഒക്കെയുള്ള ഒരു രീതികൾ അവർ ട്രെയിൻ ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. സോ എക്സാം പ്രാക്ടിക്കൽ എക്സാമാണ്. ആ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് ഫിസിയോതെറപ്പിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാം. ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് കുറച്ച് മാസങ്ങൾ അവിടെ ഉണ്ട്. അത് ട്രെയിനിങ് പീരീഡാണ്. ആ ട്രെയിനിങ് പീരീഡ് ആണെങ്കിൽ പോലും ഒരു ഫിസിയോതെറപ്പിസ്റ്റ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാം. സോ ഈ ഫിസിയോതെറപ്പിസ്റ്റിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ പെയ്ഡാണ്. അതായത് നിങ്ങൾക്കൊരു സാലറി നിയർലി 2.5 to 2.8 ലാക്സ് തന്നെ സാലറി ഇനീഷ്യലി കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു രജിസ്റ്റേർഡ് ഫിസിയോതെറപ്പിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ മോർ ദാൻ 3 ലാക്സ് ആണ് നിങ്ങൾക്ക് സാലറി വരുന്നത്. ഇത് കൂടാതെയാണ് ഒത്തിരി ബെനിഫിറ്റ്സും. അപ്പോഴെന്താണ് ഈ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്? ജർമ്മനിയിൽ ജോലി ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഒന്ന് പറഞ്ഞതുപോലെ തന്നെ സാലറിയാണ്. സോ മോർ ദാൻ 3 ലാക്സ് ഒരു ഫിസിയോതെറപ്പിസ്റ്റിന് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതും സ്റ്റേറ്റ് അനുസരിച്ചിട്ട് വേരിയേഷൻസ് വരാം. ഇതുകൂടാതെ നിങ്ങളുടെ സ്പൗസിനെ നിങ്ങൾക്ക് കൂടെ കൂട്ടാനായിട്ട് പറ്റും. രജിസ്റ്റേർഡ് ഫിസിയോതെറപ്പിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്പൗസിനെയും കൊണ്ടുപോകാനായിട്ട് പറ്റും. നിങ്ങളുടെ ഫാമിലി, അത് പേരൻസ് ആണെങ്കിലും കൊണ്ടുപോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നീട് വരുന്നത് നമുക്ക് എംപ്ലോയർ ബെനിഫിറ്റ്സ് ആണ്. നിങ്ങൾക്ക് അവിടെ പെൻഷൻ കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ കുട്ടി ഉണ്ടെങ്കിൽ കുട്ടിക്ക് തന്നെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ അവർ തരും. ഇതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമായി കഴിഞ്ഞാൽ ഒരു ലോങ് ടേം കെയർ ബെനിഫിറ്റ് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുപോലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. സോ ജർമ്മനിയിൽ നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഷെങ്കൻ വിസയാണ്. സോ ആ വിസ വെച്ച് നിങ്ങൾക്ക് യൂറോപ്പിൽ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. ഇതുകൂടാതെ നിങ്ങൾക്ക് PR ആപ്ലിക്കേഷൻസും ഒക്കെയും ഫയൽ ചെയ്ത് അവിടെ പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ട് താമസിക്കാനുള്ള ഓപ്ഷനും ഇതുവഴി അവൈലബിൾ ആണ്. സോ എന്തൊക്കെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി വരുന്നത്? നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഇൻ ഫിസിയോതെറപ്പി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ ഫിസിയോതെറപ്പി
കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകണം. ഇതുകൂടാതെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഇനി എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ പോലും അവർ കൺസിഡർ ചെയ്യുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ആവശ്യം വരുന്നത് നമ്മുടെ ജർമ്മൻ സർട്ടിഫിക്കറ്റാണ്. സോ റെക്കഗ്നിഷൻ പ്രോസസ്സിന് നമ്മുടെ ഈ എല്ലാ സർട്ടിഫിക്കറ്റ്സും 10th, +2, നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇതുകൂടാതെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും, പ്ലസ് ദ ട്രാൻസ്ക്രിപ്റ്റ്, ഇത്രയുമാണ് ഒരു റെക്കഗ്നിഷൻ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ്. സോ ഇതൊക്കെയും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കഗ്നിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ഫിസിയോതെറപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം. ജർമ്മനിയിലേക്ക് പോകുന്ന ഓരോ ഫിസിയോതെറപ്പിസ്റ്റിനും ഒരു ജോലി മാത്രമല്ല കിട്ടുന്നത്, മറിച്ച് ഒരു ജീവിതമാണ്, ഒരു പുതിയ ജീവിതം. അപ്പോൾ ആ ഒരു പുതിയ ജീവിതത്തിന് പോകാനായി നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു. MedCity International Academy. Trusted hands forever.